Peace be upon you. You're watching a video from Yaqeen Institute for Youth Conversation in collab with sawajhub.com. ബിസ്മില്ലാ വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അസ്തഗ്ഫിറുല്ലാഹ്. പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമാം നവവിയുടെ 40 ഹദീസുകളിൽ 21-ാമത്തേതിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത്. അൻ അബി അംർ ഔ അബി ഉംറ സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹി സഖഫി റളിയല്ലാഹു അൻഹു ഖാൽ ഖുൽതു യാ റസൂലല്ലാഹ് ഖുൽ ലീ ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ഗൈറക ഖാൽ ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മ ഇസ്തഖിം. അബു അംർ സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹി സഖഫി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സുപ്രധാനമായൊരു ഹദീസാണ് നാം ഇന്ന് വായിക്കുന്നത്. നമുക്കാദ്യം റിപ്പോർട്ടറെ പരിശോധിക്കാം. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അബു അംർ സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബി റബീഹ് ഇബ്നുൽ ഹാരിസ് ബിൻ മാലിക് ബിൻ ഹുതൈത്ത് ബിൻ ജുഷാം അസ്സഖഫി റളിയല്ലാഹു അൻഹു. ചില ആളുകൾ അബു അംർ എന്നത് അബു ഉംറ എന്ന് വായിക്കാറുണ്ട്. ഇദ്ദേഹം ഒരു ബനു സഖീഫ് ഗോത്രക്കാരനാണ്, ത്വായിഫ് നിവാസിയുമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് ത്വായിഫിൽ നിന്ന് സക്കാത്തും സദഖകളും മറ്റ് നികുതികളുമെല്ലാം പിരിക്കാൻ ഇദ്ദേഹം നിയുക്തനായിട്ടുണ്ട്. മാത്രമല്ല, അവിടുത്തെ ഗവർണറായിരുന്ന ഉസ്മാൻ ബിൻ അബിൽ ആസിനെ ബഹ്റൈനിലേക്ക് മാറ്റിയപ്പോൾ ഇദ്ദേഹത്തെ ത്വായിഫിലെ ഗവർണറായി നിശ്ചയിക്കുക പോലും ചെയ്തിട്ടുണ്ട്. സുപ്രധാനമായ ഏതാനും ഹദീസുകൾ ഇദ്ദേഹത്തിൽ നിന്ന് റിവായത്തായി വന്നിട്ടുണ്ട്. എന്നിരിക്കലും കൂടുതൽ വിശദാംശങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഏതാണ്ട് ഹിജ്റ 41-നും 50-നും ഇടയിലാണ് ഇദ്ദേഹം വഫാത്തായതായി ഗണിക്കപ്പെടുന്നത്. നമുക്ക് ഹദീസിലേക്ക് പ്രവേശിക്കാം. ഇദ്ദേഹം ഒരിക്കൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നിട്ട് വളരെ മർമ്മപ്രധാനമായ ഒരു ആവശ്യം ഉന്നയിക്കുകയാണ്. യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ തിരുദൂതരെ, ഖുൽ ലീ ഫിൽ ഇസ്ലാമി ഖൗലൻ, ദീനിന്റെ കാര്യത്തിൽ, ഇസ്ലാമിന്റെ കാര്യത്തിൽ എനിക്കൊരു കാര്യം പറഞ്ഞു തരണം. ലാ അസ്അലു അൻഹു അഹദൻ ഗൈറക, താങ്കളല്ലാത്ത മറ്റൊരാളോടും എനിക്ക് അതിനെക്കുറിച്ച് പിന്നെ ചോദിക്കേണ്ടി വരരുത്. ഒരു വ്യാഖ്യാനത്തിനും വിശദീകരണത്തിനും മറ്റൊരാളെ ആശ്രയിക്കേണ്ടതില്ലാത്ത വിധം വളരെ കൃത്യവും സുവ്യക്തവുമായിട്ടുള്ളൊരു അധ്യാപനം എനിക്ക് തരണം. ഇതാണ് ആവശ്യം. നോക്കൂ, ഈ ഹദീസ് ഏറെ ശ്രേഷ്ഠതയുള്ള ഒന്നായിട്ടാണ് ഉലമാക്കൾ ഗണിച്ചിരിക്കുന്നത്. കാര്യം 2 കൊച്ചു വാചകങ്ങളിലൂടെ ഇസ്ലാമിക ജീവിതത്തിന്റെ ആകത്തുക സംക്ഷിപ്തമായി അവതരിപ്പിക്കപ്പെടുകയാണ്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തന്നെയും പതറിപ്പോകാറുള്ള ചില സന്ദർഭങ്ങളിൽ ഒന്നാണിത്. ദീനിനെ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തേണ്ടി വരുന്നു, എന്നാൽ അത് ക്ഷണിക നേരം കൊണ്ട് സാധ്യമാവുകയും വേണം. അനുവാചകന് ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായ ധാരണ ലഭിക്കുകയും വേണം. നമ്മൾ എവിടുന്ന് തുടങ്ങും? നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, അല്ല ഈമാൻ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ, അങ്ങനെ, അല്ലെങ്കിൽ തഖ്വ, ഇഹ്സാൻ, ഖുശൂ, ഷഹാദത്ത്, അങ്ങനെ ആകെ കുഴഞ്ഞു പോകും. നമ്മൾ വിസ്തരിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാകും. സംഗ്രഹിച്ചു പറയാനാണ് പാട്. കാര്യം ഇസ്ലാമിന്റെ കോർ എന്താണെന്ന് പലപ്പോഴും നമുക്ക് തന്നെ തിട്ടമില്ലാത്തതുപോലെ തോന്നിപ്പോകും. എന്നാൽ ഈ ചോദ്യത്തിന് നോക്കൂ, വളരെ ലളിതസുന്ദരമായൊരു മറുപടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. ദീനുൽ ഇസ്ലാമിനെ സമ്പൂർണ്ണമായി പരിചയപ്പെടുത്തണമെങ്കിൽ 2 വാക്കുകൾ കൊണ്ടൊന്നും സാധ്യമല്ല. എന്നിരിക്കലും തൻ്റെ 23 വർഷക്കാലത്തെ ദൗത്യത്തെ സമഗ്രമായും സംക്ഷിപ്തമായും സംഗ്രഹിച്ച് അവതരിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂൽ. കുൽ, നീ പ്രഖ്യാപിക്കണം, ആമൻതു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിൽ ഈമാൻ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന്. അതിനുശേഷം ഇസ്തഖിം, അതിൽ ഉറച്ചു നിൽക്കുകയും വേണം. ഓരോന്നായിട്ട് പരിശോധിച്ചാൽ കുൽ എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു നാവുകൊണ്ടുള്ള ഒരു ഉച്ചാരണമല്ല. ഹൃദയത്തിൽ പ്രതിധ്വനിക്കാത്ത ഒരു വർത്തമാനവും ഒരാളിലും യാതൊരു ഫലവും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഹൃദയ സാന്നിധ്യത്തോടു കൂടിയുള്ള ഒരു ഉഗ്രൻ പ്രഖ്യാപനത്തെക്കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്. കുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു മാത്രമേ ലോകത്ത് ഏകനായ ദൈവമായി ഇലാഹായിട്ടുള്ളൂ എന്ന് പ്രഖ്യാപിക്കാനല്ലേ പറഞ്ഞേ, അല്ലാതെ മന്ത്രിക്കാനല്ലല്ലോ. എന്നതുപോലൊരു പ്രഖ്യാപനത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. എന്താണ് ഈ പ്രഖ്യാപിക്കേണ്ടത്? ആമൻതു ബില്ലാഹ്, എനിക്ക് അള്ളാഹുവിൽ ഈമാനുണ്ട് എന്ന്. പൊതുവെ അതിനെ മലയാളത്തിൽ ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയാറുണ്ട്. പക്ഷേ അത് കൃത്യമായൊരു അർത്ഥമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആമന എന്ന് പറയുന്ന അറബി പദത്തെ വിശ്വസിച്ചു എന്ന മലയാള പദത്തിലേക്ക് പരാവർത്തനം ചെയ്യുന്നത് ഒട്ടും ഉചിതമല്ലെന്നൊരു നിലപാടാണ് എനിക്കുള്ളത്. ഈ വിശ്വസിക്കുക എന്നുള്ള വാക്കില്ലേ, അതിനകത്ത് തന്നെ എനിക്കിത് ബോധ്യപ്പെട്ടിട്ടില്ല, തിരിച്ചറിയാനായിട്ടില്ല, ഉൾക്കൊള്ളാനായിട്ടില്ല എന്ന ഒരു എലമെന്റ് കൂടി ഒളിച്ചിരിപ്പുണ്ട്. ഉദാഹരണത്തിന് H2O, 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്നതാണ് ജലം എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാരെങ്കിലും പറയോ? എന്താ പറയാത്തത്? അത് നിരന്തരമായ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള ഒരു ബോധ്യമാണ്. അവിടെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒട്ടും സ്യൂട്ടബിൾ അല്ല. അത് സ്വന്തം പിതാവിനെ ചൂണ്ടിക്കാട്ടിയിട്ട് ഒരാൾ പറയാണ്, ഇദ്ദേഹമാണ് എൻ്റെ പിതാവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ പരം അശ്ലീലത മറ്റൊന്നുണ്ട്. അപ്പൊ ചിലയിടങ്ങളിൽ വിശ്വസിക്കുക എന്ന വാക്ക് ഒട്ടും ചേരില്ല. എന്നാൽ വേറൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ഈ തെരഞ്ഞെടുത്തിരിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാവ്
അഴിമതി കാണിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കൃത്യമാണ്. കാര്യം നമുക്കൊരു ഉറപ്പുമില്ല അയാൾ അഴിമതി കാണിക്കൂല എന്ന കാര്യത്തിൽ. അതുകൊണ്ട് വിശ്വസിച്ച് ആശ്വസിക്കാൻ മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ. അപ്പൊ അവിടെ അത് സ്യൂട്ടാണ്, ചിലയിടങ്ങളിൽ അത് പറ്റില്ല. ഇനി അള്ളാഹുവിന്റെ കാര്യത്തിലേക്ക് വന്നാലോ? അള്ളാഹു ഉണ്ടെന്ന കാര്യത്തിലെ ഉറപ്പ് രാഷ്ട്രീയക്കാരൻ അഴിമതി കാണിക്കില്ലെന്നതിൽ പോലുള്ളൊരു ഉറപ്പാണോ? അതല്ല തീയിൽ കൈയിട്ടാൽ കൈ പൊള്ളും എന്നതുപോലുള്ളൊരു ഉറപ്പാണോ? നമുക്ക് വേണ്ടത് രണ്ടാമത്തെ ഉറപ്പാണ്. അതാണെങ്കിൽ വിശ്വസിക്കുക എന്ന വാക്ക് അവിടെ പറ്റില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീയിൽ കൈയിട്ടാൽ പൊള്ളും എന്നതിൻ്റെ ഒരു വിശ്വാസമല്ല, അതെനിക്ക് ഉറപ്പായിട്ടുള്ള ബോധ്യപ്പെട്ടിട്ടുള്ളൊരു വസ്തുതയാണ്. എന്നതുപോലെ എൻ്റെ നാഥനായ, എൻ്റെ സൃഷ്ടാവായ, എൻ്റെ റബ്ബായ, പരിപാലകനായ, റാസിക്കായ പടച്ചവനുണ്ട് എന്നത് എൻ്റെ കേവലം ഒരു വിശ്വാസമല്ല, അതെൻ്റെ ബോധ്യമാണ്. അതൊരു പക്ഷേ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെയോ പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്തോടെയോ സ്ഥിരീകരിക്കപ്പെട്ടാലും ഇല്ലേലും ശരി, അതെനിക്ക് തിരുത്തേണ്ടതില്ലാത്ത, മാറ്റേണ്ടതില്ലാത്ത ഉറച്ച ബോധ്യമാണ് എന്ന കാര്യമാണ് പ്രഖ്യാപിക്കേണ്ടത്. റസൂലിന്റെ കാലത്ത് മുശ്രിക്കുകളും ആമന്നാ ബില്ലാ എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ഒരു വർത്തമാനമല്ലല്ലോ നമ്മൾ പറയേണ്ടത്. കാരണം അവരത് പറയുമ്പോൾ തന്നെ അനേകം നിർമ്മിത ദൈവങ്ങളെ ഉപാസിക്കുന്നുണ്ട്, അവർ അതിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അവയിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ആമന്നാ ബില്ലാ എന്നൊക്കെ പറയുന്നത് അവർക്ക് കേവലം ഒരു അധര വ്യായാമം മാത്രമായിരുന്നു. നമുക്കങ്ങനെയാണോ? അല്ല. തിരുത്തേണ്ടതില്ലാത്ത, കലർപ്പില്ലാത്ത, സന്ദേഹങ്ങളില്ലാത്ത, ചാഞ്ചാട്ടങ്ങൾ ഒട്ടുമില്ലാത്ത ഒരു സത്യപ്രഖ്യാപനമാണ് നമുക്കത്. വലിയ ആവേശവും ആശ്വാസവും പകരുന്നതാണത്. അങ്ങേയറ്റത്തെ സുരക്ഷിതത്വബോധം പ്രദാനം ചെയ്യുന്ന ഒരു ഉൾക്കിടിലൻ മുദ്രാവാക്യവുമാണത്. അമ്ന് എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വവും നിർഭയത്വവും ഒക്കെയാണെന്നും അത് നന്നായി അനുഭവിക്കാൻ കഴിയുന്ന ഒരു മെന്റൽ സ്റ്റേറ്റ്സ്, ഒരു മാനസികാവസ്ഥയ്ക്കാണ് ഈമാൻ എന്ന് പറയുന്നതുമൊക്കെ ഇതിനോട് ചേർത്ത് വായിച്ചാൽ കാര്യം കൂടുതൽ വ്യക്തമാകും. അള്ളാഹുവിലുള്ള ഈമാൻ ഒരു വ്യക്തിയെ എന്തുമാത്രം നിർഭയനും സുരക്ഷിതത്വ ബോധമുള്ളവനുമാക്കി തീർക്കുന്നു എന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അവന് അല്ലെങ്കിൽ അവൾക്ക് ദുനിയാവിൽ പിന്നെ എന്ത് കീഴ്മേൽ മറിഞ്ഞാലും യാതൊരു പതർച്ചയും ഉണ്ടാക്കില്ല, തളർച്ചയുണ്ടാക്കില്ല. അவ்விധം ഇന്റേണലി സ്ട്രെങ്തൻ ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്നങ്ങ് പറഞ്ഞു പോയാൽ ഈ പറഞ്ഞൊരു സ്റ്റാറ്റസ് നമുക്ക് നേടാൻ സാധ്യമല്ല. ഇരിക്കട്ടെ, ഈ അർദ്ധഗർഭമായ ആശയത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തുമ്മ പിന്നീട് എന്തു വേണം? ഇസ്തഖിം, അതിൽ അടിയുറച്ചങ്ങ് നിന്നേക്കണം. ഈ ഇസ്തിഖാമത്ത്, ഈ അടിയുറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഈമാനും ബില്ലയുടെ അനിവാര്യമായ താല്പര്യങ്ങൾ എന്തൊക്കെയോ അതെല്ലാം കണിശമായി പാലിച്ചു മുന്നോട്ട് പോവുക. അതിന് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മാനിക്കണം, അത് പാലിക്കണം. അവൻ്റെ വിരോധങ്ങൾ വെടിയണം, അവയിൽ നിന്ന് അകന്നു നിൽക്കണം. അവൻ്റെ പ്രവാചകനെ ചേർത്ത് പിടിക്കണം, അവൻ്റെ കിതാബിനെ സകലതിൻ്റെയും മാനദണ്ഡമാക്കി മാറ്റണം. ഇങ്ങനെ ഈമാനും ബില്ലയുടെ അനിവാര്യമായ താല്പര്യങ്ങൾ എന്തൊക്കെയോ അതെല്ലാം കണിശമായി പാലിച്ചു മുന്നോട്ട് പോവുക. നോക്കൂ, അങ്ങനെ പോകാൻ തീരുമാനിച്ചാൽ ചിലപ്പോൾ നമ്മുടെ ദേഹം പണിമുടക്കിയെന്ന് വരും. അഥവാ ദേഹത്തിൻ്റെ കാമനകൾ, ഭോഗേച്ഛകൾ, ആസക്തികൾ ഇതെല്ലാം ഒരു തടസ്സമായിട്ട് മാറും. എന്നാലും അവയെല്ലാം അതിജയിച്ച് മുന്നോട്ട് പോകാൻ ചിലപ്പോൾ നമ്മൾ ഒരു ആത്മസമരം തന്നെ, ജിഹാദുൻ നഫ്സ് തന്നെ നടത്തേണ്ടി വരും എന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കാര്യം അതൊരു ശ്രമകരമായ ടാസ്ക്കാണ്. ഇനിയിപ്പോൾ ഈ ഈമാൻ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആന്തരികമായ തടസ്സങ്ങൾക്കും അപ്പുറം ബാഹ്യമായ സമ്മർദ്ദങ്ങൾ പലതും നാം അഭിമുഖീകരിക്കേണ്ടി വന്നേക്കും. വർഗീയവാദികളുടെ ആക്രോശങ്ങളിൽ ചിലപ്പോൾ ചെന്നുപെട്ടേക്കാം. വംശീയവാദികളുടെ മോബ് ലിഞ്ചിങ്ങിന് ഇരയാക്കപ്പെട്ടേക്കാം. സാമ്രാജ്യത്വ ഭീകരന്മാരുടെ ബോംബിങ്ങുകൾക്ക് നേർസാക്ഷികളാകേണ്ടി വന്നെന്ന് വരാം. പക്ഷേ പിൻവാങ്ങരുത്, മുട്ടുമടക്കരുത്. പർവ്വതം കണക്കെ ഉറച്ചു നിന്നേക്കണം. ചുഴലിക്കാറ്റുകൾ കണക്കെ ആഞ്ഞു വീശിയേക്കണം. തിരമാലകൾ കണക്കെ ആർത്തലച്ചേക്കണം. ഇതാണ് ഇസ്തിഖാമത്ത്. ഇതിനെക്കുറിച്ച് ഇനിയും ധാരാളം പഠനങ്ങൾ ലഭ്യമാണ്. പക്ഷെ അതിലേക്കൊക്കെ ആണ്ടിറങ്ങാനുള്ള സമയം നമുക്കില്ല. ഒരൊറ്റ കാര്യം കൂടി ഇതിലേക്ക് ചേർത്ത് വെച്ച് അവസാനിപ്പിക്കാം. നമ്മൾ ഈ മഹത്തരമായ പ്രഖ്യാപനം നടത്തി അതിൽ ഉറച്ചു നിൽക്കാനുള്ള തീരുമാനത്തോടുകൂടി, ഡിറ്റർമിനേഷനോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും വീഴ്ചകളും പാളിച്ചകളും ഒക്കെ സംഭവിക്കും. അതൊക്കെ മാനുഷികമാണ്. അതും കൂടി അറിഞ്ഞിട്ടാണ് അള്ളാഹു കൽപ്പിക്കുന്നത്, ഫസ്തഖീമൂ ഇലൈഹി വസ്തഗ്ഫിറൂ. അള്ളാഹുവിൽ ചേർന്ന് ഉറച്ച് കോൺക്രീറ്റ് ആയിട്ട് നിൽക്കുക, എന്നിട്ട് അവനോട് പാപമോചനത്തിന് അർത്ഥിക്കുകയും ചെയ്യുക. അപ്പോൾ പ്രഖ്യാപന പാലനത്തിനായി മുന്നോട്ട് പോകുമ്പോൾ സംഭവിച്ചേക്കാവുന്ന ചെറുതും വലുതുമായ പാപങ്ങൾ, വീഴ്ചകൾ, കുറ്റങ്ങൾ എല്ലാം അള്ളാഹുവിൽ സമർപ്പിക്കുക. അവനത് പരിഹരിച്ചോളും ഇൻഷാ അല്ലാഹ്. നമ്മൾ ഈ പ്രഖ്യാപനത്തിൻ്റെ ഉള്ളും പുറവും എല്ലാം ചേർത്ത് അത് ഉൾക്കൊള്ളുന്ന അത്രയും അർത്ഥഗാംഭീര്യത്തോടു കൂടി അത് അംഗീകരിക്കുക,
അതിനുവേണ്ടി പണിയെടുക്കാൻ ശ്രമിക്കുക. വീഴ്ചകൾ സംഭവിക്കും, അത് അള്ളാഹു പുറത്തു തരികയും ചെയ്യും. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസുമായി അടുത്ത ദിവസം കാണാമെന്ന പ്രതീക്ഷയോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.